കർണാടക മുഖ്യമന്ത്രി സ്ഥാനം സിദ്ധരാമയ്യ ഇന്ന് രാജിവെക്കും. രാവിലെ മന്ത്രിമാർക്കൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗിന് ശേഷം ലോക്ഭവനിലെത്തി രാജി കൈമാറും. കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. അടുത്ത മാസം നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സിദ്ധരാമയ്യയെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. നോബൽ മാരിക്കാരൻ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. നോബൽ, വലിയ തർക്കം ഹൈക്കമാൻഡിന് തലവേദനയായി നിൽക്കുകയായിരുന്നു. ഒടുവിൽ അനുനയിപ്പിക്കാൻ കഴിയുന്നു സിദ്ധരാമയ്യയെ. ഒരു സമവായം സാധ്യമാകുന്നു. ഡി കെ ശിവകുമാർ കർണാടകയുടെ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുകയാണ്. സിദ്ധരാമയ്യയുടെ മകൻ മന്ത്രിസഭയിലേക്കും. നോബൽ മാരിക്കാരൻ. റിജിത്ത്, കർണാടക കോൺഗ്രസിൽ കഴിഞ്ഞ കുറെ നാളുകളായി മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള തർക്കം വലിയ പ്രതിസന്ധി സംസ്ഥാനത്ത് ഉണ്ടാക്കിയിരുന്നു. പ്രത്യേകിച്ച് ഡി കെ ശിവകുമാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം വേണം എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. നേരത്തെ ഈ സർക്കാർ രൂപീകരിക്കുമ്പോൾ തന്നെ 2.5 വർഷം സർക്കാർ പൂർത്തിയാക്കുമ്പോൾ ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കാമെന്ന് ഹൈക്കമാൻഡ് ഒരു ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ ആ ഉറപ്പ് 2.5 വർഷം പിന്നിട്ടപ്പോഴും പാലിക്കാത്ത സാഹചര്യം ഉണ്ടായി. ഇതോടെ ഡി കെ ക്യാമ്പ് വലിയ തരത്തിൽ സമ്മർദ്ദം ശക്തമാക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് തങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തണം എന്നായിരുന്നു അവരുടെ ആവശ്യം. പലതവണ ദില്ലിയിലടക്കം നേതാക്കൾ എത്തി കൂടിക്കാഴ്ചയൊക്കെ നടത്തിയെങ്കിൽ പോലും അതൊന്നും ഒരു സമവായം ആ ഘട്ടത്തിൽ ഉണ്ടായില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ സമ്മർദ്ദം MLA-മാരുടെ ഭാഗത്ത്, പ്രത്യേകിച്ച് ഡി കെ ശിവകുമാറിനെ പിന്തുണയ്ക്കുന്ന MLA-മാരുടെ ഭാഗത്ത് ഉണ്ടായതിന് പിന്നാലെയാണ് എന്താണെങ്കിലും ഇപ്പോൾ ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡും എത്തിയത്. കഴിഞ്ഞ ദിവസം മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി എന്നിവർ സിദ്ധരാമയ്യയും അതോടൊപ്പം ഡി കെ ശിവകുമാറിനെയും ദില്ലിയിലേക്ക് ഒപ്പിച്ചെടുത്ത ചർച്ചയിലാണ് ഇതിലൊരു സമവായത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 11 മണിയാകുമ്പോഴേക്കും ഡി കെ ശിവകുമാർ അതോടൊപ്പം സിദ്ധരാമയ്യ അടക്കമുള്ള ആളുകൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെ ലോക്ഭവനിൽ എത്തിക്കൊണ്ട് സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഡി കെ ശിവകുമാർ പുതിയ മുഖ്യമന്ത്രിയായി ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും എന്ന വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് ദേശീയ തലത്തിലേക്ക് സിദ്ധരാമയ്യ കൊണ്ടുപോയാണ് ഇപ്പോഴത്തെ ഒരു സമവായ നീക്കം എന്നാണെങ്കിലും കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. വരുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പുണ്ട്. ജൂൺ മാസം 18-നാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ സിദ്ധരാമയ്യയെ രാജ്യസഭയിലേക്ക് മത്സരിപ്പിച്ച് അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ എത്തിച്ചുകൊണ്ട് കൂടുതൽ അധികാരങ്ങളും ഒപ്പം മറ്റ് പദവികളും നൽകാനാണ് ഹൈക്കമാൻഡ് തീരുമാനം. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ ഒരു ധാരണയിൽ എത്തിയതിന് പിന്നാലെയാണ് സിദ്ധരാമയ്യ എന്താണെങ്കിലും രാജിവെക്കാനുള്ള സന്നദ്ധത്തിലേക്ക് എത്തുകയും ചെയ്ത്. ഒപ്പം സിദ്ധരാമയ്യയുടെ മകൻ, അദ്ദേഹം യതീന്ദ്ര സിദ്ധരാമയ്യയാണ്, അദ്ദേഹം മന്ത്രിസഭയിൽ എത്തും എന്നും ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നതോടെ സംസ്ഥാനത്ത് തുടരുന്ന ഒരു കോൺഗ്രസിന്റെ കലാപത്തിന് താൽക്കാലികമായെങ്കിലും ഒരു വിരാമം ഉണ്ടാകുമെന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തും. പക്ഷേ അപ്പോഴും സിദ്ധരാമയ്യ ക്യാമ്പ് ഒട്ടും സംതൃപ്തിയിലല്ല. കാരണം അവർക്ക് 5 വർഷക്കാലവും മുഖ്യമന്ത്രിയായി സിദ്ധരാമയ്യ ഇരുത്തണം എന്തായിരുന്നു നിലപാട്. എന്താണെങ്കിലും വലിയ തരത്തിൽ പൊട്ടിത്തെറികൾ ഇനിയിപ്പോൾ ഉണ്ടാകുമോ എന്ന വലിയ ആകാംക്ഷ നിലവിലൊരു സമവായം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് ക്യാമ്പ് പ്രതീക്ഷിക്കുകയും വ്യക്തമാക്കുകയും ചെയ്യുന്നത്. റീജിത്ത്, ശരി. നോബൽ മാരിക്കാരൻ ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. 2.5 വർഷം വീതം മുഖ്യമന്ത്രി പദം എന്നുള്ളത് നേരത്തെയുള്ള ധാരണയാണ് എന്നാണ് ഡി കെ ക്യാമ്പ് പറയുന്നത്. പക്ഷേ അതിന് വഴങ്ങിക്കൊടുക്കാൻ സിദ്ധരാമയ്യ തയ്യാറായില്ല. പിന്നീട് ആ തർക്കം ഒരുപാട് വഷളാവുന്നതൊക്കെ നമ്മൾ കണ്ടു. എന്തായാലും സിദ്ധരാമയ്യ വഴങ്ങിയിരിക്കുന്നു. ഡി കെ ശിവകുമാർ കർണാടക മുഖ്യമന്ത്രിയാകാൻ പോകുന്നു.